ഹലോ, ഞാൻ ഈ ചായയൊക്കെ കുടിച്ച് അവിടെ പോസ്റ്റായി നിൽക്കണമെന്ന് വെച്ചാൽ ചേട്ടനെ നോക്കിയിട്ടാണ് കേട്ടോ. നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് ലുലു വരെ പോകണം. അതുകൂടാണ്ട് നമുക്ക് വണ്ടി ഒന്ന് റെൻറ്റിനെടുക്കണം. ചേട്ടൻ്റെ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും സൊഹാറെന്ന് വരുന്നുണ്ട്. അപ്പോൾ അവരിന്ന് നമ്മുടെ വീട്ടിലായിരിക്കും സ്റ്റേ ചെയ്യുക. നമ്മളതൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വണ്ടി റെൻറ്റിനെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പോയത്. ഇത് നമ്മുടെ ഡ്രൈവർ ചേട്ടനാണ് കേട്ടോ. ആൾ നമ്മുടെ കൂടെ എന്തിനും ഭയങ്കര സപ്പോർട്ടാണ്. കാര്യം ഇവിടെ ഇവരുടെ ലാംഗ്വേജിൽ തന്നെയുള്ള ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ കുറച്ചൊരു എളുപ്പമാണല്ലോ. അങ്ങനെ നേരെ നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ പോയത് ലുലുവിലാണ് കേട്ടോ. ലുലുന്ന് ഇറങ്ങുന്ന വീഡിയോ ആണ് ഞാൻ എടുത്തത്. കയറി കഴിഞ്ഞപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പെട്ടെന്ന് പോയി വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് കിച്ചണിൽ കൊണ്ടുപോയി ഓർഗനൈസ് ചെയ്യുക. ഫ്രിഡ്ജിൽ വെക്കണത് ഫ്രിഡ്ജിലും, അല്ലാണ്ട് സവാള ഉള്ളി കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഈ നോക്കണത് പിസ്സ ഉണ്ടാക്കാനായിട്ട് ചീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ചീസും മേടിച്ചു, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു. പക്ഷേ ക്യാപ്സിക്കം മാത്രം മേടിക്കാൻ മറന്നുപോയി. അപ്പോൾ അത് നോക്കിയിട്ടിരിക്കുകയായിരുന്നു. ഞാൻ എല്ലാ കിറ്റിലും സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അവസാനം ബില്ല് വരെ ഞാൻ എടുത്ത് നോക്കി. ഞാൻ എടുക്കാൻ മറന്നു പോയതാണോ, ഇനി ബില്ലടിച്ചിട്ട് സംഭവം അവിടെ നിന്ന് എടുക്കാൻ വിട്ടുപോയതാണോ, എന്താണെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കിറ്റൊക്കെ ഈ മേടിച്ചു കൊണ്ടുവന്ന സാധനങ്ങൾ എല്ലാവരും ഒത്തിരി കിറ്റ് തരും. മിക്ക സാധനങ്ങളും വളരെ കുറച്ച്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാം കുറേ കിറ്റിൽ തരില്ലല്ലോ. ഓരോരോ കിറ്റിനകത്ത് തന്നെ എല്ലാം മാക്സിമം കുത്തി നിറയ്ക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. അവിടെ നമുക്ക് കവറുകൾ കുറേ കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുമായിരുന്നു. പിന്നെ നമ്മൾ മീനും ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. അവിടെ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് തരും. നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് കഴുകേണ്ട കാര്യമുണ്ട്. അതൊക്കെ ചെയ്തു. ഇതൊക്കെ എടുത്തതല്ലേ എന്നോർത്ത് സിങ്കൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ അവർ വരുന്നതല്ലേ, ഇപ്പോൾ വീട് മൊത്തം ഞാനൊന്ന് അടിച്ച് തുടച്ചായിരുന്നു. അത് ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല, ചെറിയ പോർഷൻ മാത്രം. അപ്പോൾ നാളെ നമ്മൾ ട്രിപ്പ് പോവാണ്. പോയി പാക്ക് ചെയ്യട്ടെ. ബാക്കിയുള്ളത് അടുത്ത ഷോർട്സിൽ കാണാം കേട്ടോ.